നിങ്ങൾ UAE ഹയാസ് ഓടിക്കണവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇനി നിങ്ങൾ ഓടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ അറിവിൽ ഹയാസ് ഓടിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് ഇതൊരു ഉപകാരപ്പെടും. ഈ കഴിഞ്ഞ 4 മാസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്ന ഫൈൻ എത്രയാണെന്നറിയോ? 1500 ആദ്യം വന്ന്, രണ്ടാമത് 2840 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് പട്ടിപ്പണിയെടുത്ത് ഉണ്ടാക്കണ ഈ പൈസ എന്താണ് കാരണം എന്ന് പോലും അറിയാതെ നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിട്ടോ അല്ലെങ്കിൽ റെഡ് സിഗ്നൽ കട്ട് ചെയ്തിട്ടോ കിട്ടിയ ഫൈനല്ലത്. പക്ഷേ ഈ ഫൈൻ എങ്ങനെ വന്ന്? നിലവിൽ ഈ ഫൈന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. 3 ലെവലിലും 6 ലെവലിലും. അത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈന് കിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് 4ാമത്തെ റോട്ടിൽ കൂടെയാണ്. ഇതിനപ്പുറത്തുള്ള 3 ലൈന് അഥവാ ലെഫ്റ്റ് സൈഡിലുള്ള 3 ലൈനും സ്പീഡ് ട്രാക്കാണ്. അത് ലൈറ്റ് വെഹിക്കിൾസിന് മാത്രം പോകാനുള്ള വരിയാണ്. ഈ വരിയിൽ കൂടെ നമ്മളെങ്ങാനും അബദ്ധത്തിൽ ഷാർജ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ പള്ള നിറച്ചും ഫൈൻ കിട്ടും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരാളും പോകരുത്. ഞാനൊരു എക്സാമ്പിൾ ഫോട്ടോ കാണിച്ചു തരാം. ഇത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3ാം ട്രാക്കിൽ നിന്നാണ് എനിക്ക് ഫൈന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ റീസണും മുകളിൽ എഴുതി വിട്ടിരിക്കണത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 5 വരിയുള്ള റോട്ടിൽ ഫസ്റ്റ് 3 ട്രാക്കിൽ നമ്മൾ യൂസ് ചെയ്യരുത്. 3 വരിയുള്ള റോട്ടിൽ നമുക്ക് ഏത് ട്രാക്കിൽ കൂടെ പോകാമെങ്കിലും 5ഉം 6ഉം 8ഉം വരിയുള്ള റോട്ടിൽ നമ്മൾ 4ാമത്തെ ട്രാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. എങ്കിൽ ഈ ഒരു ഫൈനിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടും. കഴിഞ്ഞ ഒരു 4 മാസമായിട്ടാണ് ഈ ഒരു ഫൈന് നിലവിൽ വന്നത്. അതിന് മുമ്പ് ചീറിപ്പാന് ഏത് റോട്ടിൽ കൂടെയും നമുക്ക് പോകായിരുന്നു. അപ്പോൾ 4 മാസത്തിൻ്റെ അടുക്ക് ഫൈന് ചെക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈന് ചെക്ക് ചെയ്തോ. അതിനുശേഷം 4ാമത്തെ ലൈന് മാത്രം യൂസ് ചെയ്യുക. അത് ഞാൻ ഈ പറഞ്ഞ റോഡുകളിൽ. എന്നെപ്പോലെ ഹയാസ് ഓടിക്കണ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഹയാസ് ഓടിക്കണവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടി അയച്ചു കൊടുക്കണം.